സ്വന്തമായൊരു ഭവനം ഇതായിരുന്നു അമൽകൃഷ്ണയുടെ സ്വപ്നം. സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് കൂട്ടുകാരി ശിവാനിയും. മലയാളി മറന്നിട്ടില്ലാത്ത ഉമ്മൻചാണ്ടി എന്ന വിളിയിൽ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്കാവുന്ന അമൽകൃഷ്ണയുടെ സ്വപ്ന ഭവനത്തിന്റെ റിപ്പോർട്ടിലേക്ക്. ഉമ്മൻചാണ്ടി എന്ന ശിവാനിയുടെ വിളി മലയാളികൾ മറന്നു കാണില്ല. മാർച്ച് 3 നടക്കാവ് ഗവൺമെന്റ് TTIയുടെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിടാൻ വേദിയിലേക്ക് കടന്നു പോകുന്നതിനിടയിലാണ് ഉമ്മൻചാണ്ടിയെ ഗവൺമെന്റ് മോഡൽ LP സ്കൂളിലെ വിദ്യാർത്ഥിനി ശിവാനി പേരെടുത്തു വിളിച്ചത്. ആൾക്കൂട്ടത്തിൽ നിന്നും ഉമ്മൻചാണ്ടിക്കരികിലെത്തി സഹപാഠിയായ അമൽകൃഷ്ണയെ സഹായിക്കണമെന്ന അഭ്യർത്ഥനയുമായിരുന്നു ശിവാനി അന്നെത്തിയത്. ആ കുരുന്നിന് നൽകിയ വാക്ക് ഉമ്മൻചാണ്ടി പാലിച്ചു. അമൽകൃഷ്ണയ്ക്ക് ഒരു വീട് എന്ന സ്വപ്നത്തിന് തറക്കല്ലിട്ടു. കോഴിക്കോട് കുണ്ടൂപ്പറമ്പിലാണ് അമൽകൃഷ്ണയും അച്ഛൻ സുധീഷും അമ്മ അനീഷയും ചേർന്ന ഈ കൊച്ചു കുടുംബത്തിന് വീടൊരുങ്ങുന്നത്. വീടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ്. അമൽകൃഷ്ണയുടെ മാതാപിതാക്കൾ രോഗബാധിതരാണെന്നത് പരിഗണിച്ച് കുടുംബത്തിന് വരുമാനമാർഗമെന്ന നിലയിൽ ഒരു നില വാടകയ്ക്ക് നൽകാനാകും വിധമാണ് കെട്ടിടം പണിതിട്ടുള്ളത്. തനിക്ക് ലഭിച്ച ഈ സൗഭാഗ്യത്തിന് ഉമ്മൻചാണ്ടി സാറിനോട് നന്ദി പറയാനും അമൽകൃഷ്ണ മറന്നില്ല. ഉമ്മൻചാണ്ടി സാറ് കാരണമാണ് ഞങ്ങൾക്ക് ഈ വീടിൻ്റെ പണി തുടരാൻ പറ്റിയത്. അതുകൊണ്ട് ഈ വീടിൻ്റെ പണി തുടരുന്നു. ഞങ്ങളെ ടീച്ചർമാരെയും സ്കൂളത്തെ എല്ലാ ടീച്ചർമാരും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും ടീച്ചറിൻ്റെയും എല്ലാം നന്ദി കൊണ്ടാണ് ഈ വീട് പണി ഇങ്ങനെ ആവാനായത്. നടക്കാവ് ഗവൺമെന്റ് TTIയിലെ ചടങ്ങിൽ തന്നെയാണ് ഉമ്മൻചാണ്ടി സഹായ വാഗ്ദാനം നൽകിയത്. എന്നാൽ അന്ന് നടപടികൾ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ കുരുങ്ങുകയും ചെയ്തു. ഇതോടെ പുതിയ സർക്കാർ ഇക്കാര്യം പരിഗണിച്ചു വരുന്നതുവരെയുള്ള താമസം ഒഴിവാക്കാനായി അദ്ദേഹം തന്നെ വ്യക്തിപരമായി വീട് നിർമ്മാണത്തിന് തുക നൽകി. തുടർന്നാണ് സർക്കാരിന്റെയും ഭവന നിർമ്മാണ കമ്മിറ്റിയുടെയും ഫണ്ടുകൾ ഈ വീടിനായി ലഭിച്ചത്. ദിവസങ്ങളും എണ്ണി കാത്തിരിക്കുകയാണ് ഒരുപാട് സ്വപ്നങ്ങളുമായി അമൽകൃഷ്ണ തന്റെ സ്വന്തം വീട്ടിൽ അച്ഛനും അമ്മയ്ക്കുമൊപ്പം സന്തോഷമായി ജീവിക്കാൻ. ക്യാമറാമാൻ റമോ പീറ്ററിനോടൊപ്പം നയൻതാര, കോഴിക്കോട്.